നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ശുക്രൻ നവംബർ 26 ബുധനാഴ്ച രാവിലെ 11:27 തുലാം രാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഡിസംബർ 20 വരെ വൃശ്ചികൻ രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നതായിരിക്കും. ഇതിനോടനുബന്ധിച്ച് ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജന്മക്കൂറിൻ്റെ ഓരോരോ ഭാവങ്ങളിലും കാരവശാൽ ശുക്രൻ സഞ്ചരിക്കുന്ന ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ചില നക്ഷത്രക്കാർക്ക് മാത്രമേ ഈ ശുക്രൻ്റെ അനുകൂല അവസ്ഥയിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുകയുള്ളൂ. ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരത്തിനോടനുബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള, അതായത് സൗഭാഗ്യ ദിനങ്ങളാണ് വരാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ അഷ്ടമത്തിലൂടെ, അതായത് 8ാമിടത്തുകൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 8ാമിടത്തുകൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ഗൃഹോപകരണങ്ങളും സ്ത്രീകളും രത്നങ്ങളും നിമിത്തമുള്ള സുഖാനുഭവങ്ങൾ ലഭിക്കും എന്നത് ഫലങ്ങളാകുന്നു. അതായത് ധാരാളം സമ്പത്തുണ്ടാവുക, പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കുക, ഗൃഹം മോടി പിടിപ്പിക്കുക, ഗൃഹം പുതിയത് മേടിക്കുക, അലങ്കാരാദി വസ്തുക്കൾ വാങ്ങിക്കുക, സ്ത്രീകൾ മുഖേന സന്തോഷം ലഭിക്കുക, രത്നങ്ങൾ കൊണ്ടും ആഭരണങ്ങൾ കൊണ്ടും ലാഭം ഉണ്ടാവുക എന്നിവ ഫലങ്ങളാകുന്നു. അടുത്ത നക്ഷത്രക്കാർ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാർക്കാണ് ഈ ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ 5ാമിടത്ത് കൂടിയാണ് ചാരവശാൽ ശുക്രൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 5ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭം, പുത്രലാഭം, ബന്ധുജന സൗഖ്യം, ഗുരുജന സന്തോഷം എന്നിവ ഫലങ്ങളാകുന്നു. അതായത് സന്താന ഭാഗ്യം ഉണ്ടാകും, സന്താനങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും, ധനസമൃദ്ധി ഉണ്ടാകും, ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാകും, പുതിയ പുതിയ അറിവുകൾ നേടിയെടുക്കും. ഇതാണ് 5ാമിടത്ത് കൂടി ചാരവശാൽ ശുക്രൻ സഞ്ചരിച്ചാലുള്ള ഫലങ്ങൾ. അടുത്ത നക്ഷത്രക്കാർ മകം, പൂരം, ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരാകുന്നു. ഈ കൂറുകാരുടെ 4ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 4ാമിടത്ത് കൂടി ശുക്രൻ സഞ്ചരിച്ചാൽ ബന്ധുജന സഹവാസവും അധികാര ശക്തികളും ഉണ്ടാവും. ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധിയും അധികാര സ്ഥാനങ്ങളും വാഹനയോഗവും ശയനസുഖവും സ്വസ്ഥതയും, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധിയും അധികാര സ്ഥാനങ്ങളും വാഹനയോഗവും ശയനസുഖവും സ്വസ്ഥതയും സമാധാനവും എല്ലാം കൈവരിക്കുന്നതായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇതൊക്കെയാകുന്നു ശുക്രൻ ചാരവശാൽ 4ാമിടത്തു കൂടി സഞ്ചരിച്ചാലുള്ള ഫലങ്ങൾ. അടുത്ത നക്ഷത്രക്കാർ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ 3ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 3ാമിടത്ത് കൂടി ചാരവശാൽ ശുക്രൻ സഞ്ചരിച്ചാൽ ആജ്ഞാശക്തിയും ധനലാഭവും സ്ഥാനാന്തരത്തിൽ നിന്നു ബഹുമാന ലബ്ധിയും വസ്ത്രലാഭവും ശത്രുനാശവും ഫലങ്ങളാകുന്നു. ഐശ്വര്യം, മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് ഈ നക്ഷത്രക്കാർക്ക് സിദ്ധിക്കുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാർ പറയുന്ന കാര്യങ്ങൾ ആളുകൾ മുഖവിലയ്ക്ക് എടുക്കുന്നതായിരിക്കും. ധാരാളം സമ്പത്ത്, ധനം എന്നിവ സിദ്ധിക്കുന്നതായിരിക്കും. വസ്ത്രങ്ങളും ആഭരണാദികളും ഈ നക്ഷത്രക്കാർക്ക് കൈവരിക്കുന്നതായിരിക്കും. ശത്രുനാശവും സംഭവിക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് ശുക്രൻ 3ാം ഭാവത്തിൽ ചാരവശാൽ സഞ്ചരിച്ചാലുള്ള ഫലങ്ങൾ. അടുത്ത നക്ഷത്രക്കാർ ചിത്തിര 2ാം പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്കും
ഈ ശുക്രൻ്റെ ചാരവശാലുള്ള ഫലത്തിനോടനുബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കുവാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ രണ്ടാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. രണ്ടാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനധാന്യ സമൃദ്ധിയും പുഷ്പങ്ങൾ, രത്നങ്ങൾ മുതലായ അലങ്കാരത്തോടുകൂടി രാജബഹുമാനം ലഭിച്ച് എല്ലായ്പ്പോഴും സന്തോഷമുള്ള കുടുംബങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് യഥേഷ്ടം സുഖം അനുഭവിക്കുക ഫലങ്ങളാകുന്നു. അതായത് ധാരാളം ധനസമൃദ്ധിയും ധാരാളം ധാന്യസമൃദ്ധിയും ലഭിക്കുക, സമൃദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള അവസ്ഥയുണ്ടാവുക, രത്നം, ആഭരണം എന്നിവ ലഭ്യമാവുക, പല വിധത്തിലും സുഖാനുഭവങ്ങൾ ഉണ്ടാവുക, സർക്കാരിൽ നിന്ന് അനുകൂല അവസ്ഥയോടുകൂടി സന്തോഷമായിക്കൊണ്ട് കുടുംബത്തിൽ യഥേഷ്ടം ജീവിക്കാനുള്ള അവസരം വന്നു ചേരുന്നതായിരിക്കും. അടുത്ത നക്ഷത്രക്കാർ വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജന്മത്തിലൂടെ, അതായത് ഒന്നാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ഒന്നാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ മൃഷ്ടാന്ന ലാഭവും ഭാര്യാസുഖവും സുഗന്ധവസ്തുക്കളെ കൊണ്ടും ശയനസുഖം കൊണ്ടും വിശേഷ വസ്ത്രാഭരണാദികളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങളും ഫലങ്ങളാകുന്നു. അതായത് ശയന സുഖാനുഭവങ്ങളും മൃഷ്ടാന്ന ലാഭവും വിശേഷപ്പെട്ട വസ്ത്രലാഭവും ഭാര്യാസുഖവും ഫലങ്ങളാകുന്നു. അടുത്ത നക്ഷത്രക്കാർ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരത്തിനോടനുബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കുവാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ 12ാമിടത്ത് കൂടിയാണ് ചാരവശാൽ ശുക്രൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 12ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ വിവിധ ദ്രവ്യലാഭവും വസ്ത്രാദികളും സിദ്ധിക്കുന്നതായിരിക്കും. അതായത് പലവിധ മാർഗങ്ങളിലൂടെ ധാരാളം സമ്പത്ത്, ധനം, വസ്ത്രം, ആഭരണം എല്ലാം തന്നെ സിദ്ധിക്കും എന്നതാകുന്നു ഫലം. ഇതാകുന്നു 12ലൂടെ ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാലുള്ള ഫലങ്ങൾ. അടുത്ത നക്ഷത്രക്കാർ ഉത്രാടം, മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരാണ്. ഈ കൂറുകാരുടെ 11ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 11ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ മൃഷ്ടാന്ന ലാഭവും സുഗന്ധ ദ്രവ്യ സമൃദ്ധിയും ബന്ധു ലാഭവും ഫലങ്ങളാകുന്നു. ധാരാളം സുഗന്ധദ്രവ്യങ്ങൾ ലഭിക്കും, നിർഭയത്വം സിദ്ധിക്കും, സുഖഭോഗ വസ്തുക്കൾ ധാരാളമായി വന്നു ചേരുന്നതായിരിക്കും, ബന്ധുസമാഗമം, മനസ്സന്തോഷം എന്നിവ ഫലങ്ങളാകുന്നു. ഇതൊക്കെയാകുന്നു ശുക്രൻ 11ാമിടത്ത് കൂടി സഞ്ചരിച്ചാലുള്ള ഫലങ്ങൾ. അടുത്ത നക്ഷത്രക്കാർ പുരോരുട്ടാതി, കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരാണ് ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരുടെ 9ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 9ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭവും ധർമ്മകാര്യസിദ്ധിയും സ്ത്രീസുഖവും സൗഖ്യവും ഫലങ്ങളാകുന്നു. സുഖാനുഭവങ്ങൾ വർദ്ധിക്കുക, ധാരാളം സമ്പത്ത് ലഭ്യമാകുവാനുള്ള സാധ്യത, ധർമ്മപ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ അവസരം എന്നിവ ഫലങ്ങളാകുന്നു. ഇത്രയും നക്ഷത്രക്കാർക്കാണ് ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള അവസ്ഥ ലഭ്യമാകുന്ന നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.